വെൽക്കം ബാക്ക് ടു ബി ലൈക്ക് ബട്ടർഫ്ലൈസ്. ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, എങ്ങനെ ഈസി ആയിട്ടൊരു തംബ്നെയിൽ ഉണ്ടാക്കുന്ന ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇന്ന് പിക്സാർട്ടിലാണ് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യാറുണ്ട്, പിന്നെ പിക്സാർട്ടിൽ ചെയ്യാറുണ്ട്, അങ്ങനെ പല ആപ്സിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ അതിൽ നിന്ന് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മുടെ ഫോണിൽ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഞാനിത് ക്രോപ്പ് ചെയ്ത് തംബ്നെയിൽ സൈസ് ആക്കുവാണ്. 16:9 ആ ഒരു സൈസാണ് നമ്മുടെ തംബ്നെയിലിൻ്റെ സൈസ്. അപ്പോൾ അതിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തു. താഴെ ഒരുപാട് ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആഡ് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. ആഡ് ഫോട്ടോ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ളൊരു ഫോട്ടോ ഇതിലേക്ക് എടുക്കാം. അപ്പോൾ ഞാനിത് ഓൾറെഡി PNG ഫോർമാറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോ, അത് PNG വേണമെന്നില്ല, ഏതാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോ നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്ന കേട്ടോ. അതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും എവിടെ വെച്ചാലാണ് സ്യൂട്ട് ആവുന്നതെന്ന് തോന്നുന്ന പൊസിഷനിൽ അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. താഴെ ഓപ്ഷനുണ്ട് T എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ ഞാൻ എല്ലാം സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു തംബ്നെയിലിന് വേണ്ട ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ ഹൗ ഐ ക്രിയേറ്റ് തംബ്നെയിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൗ ഐ ക്രിയേറ്റ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അത് ടൈപ്പ് ചെയ്തിട്ട് അത് ഏത് പൊസിഷനിലാണോ വെക്കേണ്ടത് അവിടെ കൊണ്ട് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് അത് വലിച്ച് കിട്ടി, ജസ്റ്റ് ഹൈറ്റിന് വേണ്ടിയിട്ടൊന്ന് വലിച്ച് നീട്ടുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ തംബ്നെയിൽസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെയുള്ള അത് നമുക്ക് വേറെ ഒരു കളറാണ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഞാൻ തംബ്നെയിൽസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. അതും നമുക്ക് വേണ്ട പൊസിഷനിൽ കൊണ്ട് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒരുപാട് എഫക്റ്റ് ഫോണ്ട് സൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക കേട്ടോ. വലിപ്പം കൂട്ടാം. ഇതുപോലെ ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി, സൂം ചെയ്താൽ മതി. അപ്പോൾ വലുതാവും, സൂം ഔട്ട് ചെയ്യുമ്പോൾ ചെറുതാവും. അതൊക്കെ സാധാരണ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റിംഗ് ആപ്പിൽ ചെയ്യുന്ന പോലെ തന്നെ ഇതിലും ചെയ്യുക. കളറ് മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഞാൻ അത് റെഡാക്കി. താഴെ തന്നെ കളേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ റെഡാക്കി കൊടുത്തു. വീണ്ടും ഞാൻ ആഡ് ഫോട്ടോ ചെയ്തിട്ട് ഞാൻ ഇതിൽ തംബ്നെയിൽസിന് ഒരു യൂട്യൂബിൻ്റെ പിക്ക്, ജസ്റ്റ് യൂട്യൂബ് തംബ്നെയിൽ ഉണ്ടാക്കാമെന്നുള്ളതാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ ഒരു യൂട്യൂബിൻ്റെ PNG ഫോർമാറ്റിലുള്ള ഒരു ഇമേജ് ഞാൻ വെച്ച് കൊടുത്തു. അത് റെഡായതുകൊണ്ട് ഞാൻ ജസ്റ്റ് മറ്റേതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വൈറ്റ് ആക്കിയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. കണ്ടോ, താഴെ ഷാഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിലാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തത്. ഷാഡോ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പോലെ ഒരു ഫീൽ ചെയ്യും. അപ്പോൾ തംബ്നെയിൽസ് എന്നുള്ളതിന് മാത്രം ഞങ്ങൾ ചെയ്തെടുത്തു. പിന്നെ ഇതുപോലെ കോൾ ഔട്ട്സ് ഓപ്ഷൻ അതിൽ താഴെ കാണാൻ നിങ്ങൾക്ക് കോൾ ഔട്ട് ഓപ്ഷൻ ഉണ്ട്. ഇത് ലെൻസാണ്, ഞാൻ നെറ്റ് ഓഫാണ്, അപ്പോൾ അതുകൊണ്ട് ലെൻസ് അത് ലോഡായി വന്നിട്ടില്ല. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ബ്രഷ് എന്ന് പറഞ്ഞ സെറ്റിങ്സിൽ ലാസ്റ്റ് വണ്ണാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതിൽ ഒരുപാട് ഇതുപോലെ എഫക്ട്സ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തംബ്നെയിലിന് ചെറിയൊരു എഫക്റ്റ്, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആണല്ലോ, അപ്പോൾ പ്ലെയിൻ ആയതുകൊണ്ട് അതിലെന്തെങ്കിലും ഒരു എഫക്റ്റ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നിയാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഏതാണോ വേണ്ടത് അതിങ്ങനെ വെറുതെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഓപ്പോസിറ്റി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഇറേസറും കൂടെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് വേണ്ടാത്ത പോർഷനിലൊക്കെ ഉള്ളത് ഒന്ന് ഇറേസ് ചെയ്ത് കളയുക. അത്രേ ഉള്ളൂ. കണ്ടോ, ഇപ്പോൾ ഇതുപോലെ ഇതൊരു ഈസി ആയിട്ട് എങ്ങനെ തംബ്നെയിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തന്നെ. ഒരുപാട് ഭയങ്കര വലിയ സംഭവമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഈസി ആയിട്ട് എന്നാൽ അട്രാക്റ്റീവായ ഒരു തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഫോണിലേക്ക് സേവ് ചെയ്തു, ഗാലറിയിലോട്ട് അത് സേവ് ആയിട്ടുണ്ട്. ഇനി ഈ ഇമേജ് ഒന്ന് കാണാം. കണ്ടോ, അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് തംബ്നെയിൽ ഇട്ടിരിക്കാൻ പറ്റും. കണ്ടോ, ആ തംബ്നെയിൽസ് എന്നുള്ളതിൻ്റെ ഒരു ഷാഡോ കണ്ടോ, അതാണ് ഞാൻ ആ പറഞ്ഞ എഫക്റ്റ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാഡോ ക്രിയേറ്റ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ നമുക്ക് പിക്ക് കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.